ലോക്സഭയിലെ തന്റെ കന്നി പ്രസംഗത്തിൽ ബി.ജെ.പിക്കെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് എം.പി. പ്രിയങ്ക ഗാന്ധി. പാർലമെന്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രസംഗം ആരംഭിച്ച പ്രിയങ്ക ഗാന്ധി അദാനി, കർഷക, മണിപ്പൂർ സംഭവ വിഷയങ്ങൾ ഉയർത്തി കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചു. ഒരു വേളയിൽ പ്രസംഗത്തിൽ ഇടപെട്ട് ചർച്ച ഭരണഘടനയുമേലാണെന്ന് സ്പീക്കർ ഓർമ്മിപ്പിച്ചുവെങ്കിലും തിരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കങ്ങളടക്കം സഭയിൽ ആദ്യ പ്രസംഗത്തിൽ ഉന്നയിക്കാൻ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞു. ബി.ജെ.പി. സർക്കാർ ഭരണഘടനയെ തുരങ്കം വയ്ക്കുകയാണെന്നും രാജ്യത്തെ 142 കോടി പൗരന്മാരെക്കാൾ അവർ പ്രാധാന്യം നൽകുന്നത് ചില വ്യക്തികൾക്കാണെന്നും വയനാട് എം.പി. ആരോപിച്ചു. ശതകോടീശ്വരന്റെ നേട്ടത്തിന് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രിയങ്ക കുറ്റപ്പെടുത്തി. ഒരു വ്യക്തിക്ക് വേണ്ടി കേന്ദ്രം എല്ലാം അട്ടിമറിക്കുകയാണെന്നും അവർ പറഞ്ഞു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജനത്തെ ബുദ്ധിമുട്ടിക്കുമ്പോഴും സർക്കാർ പിന്തുണയ്ക്കുന്നത് അദാനിയെയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയും സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കിക്കൊണ്ടിരിക്കുകയുമാണ് സർക്കാരെന്ന് പ്രിയങ്ക ആരോപിച്ചു. സത്യം പറയുന്നവരെ ജയിലിലടയ്ക്കുന്നു. പ്രതിപക്ഷ നേതാക്കൾ, മാധ്യമപ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ എല്ലാവരെയും ജയിലിലടയ്ക്കുകയും രാജ്യദ്രോഹികളായി കുറ്റം ചുമത്തുകയും ചെയ്യുകയാണെന്ന് പ്രിയങ്ക പറഞ്ഞു. ഭരണഘടനയുടെ ശക്തി എന്താണെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ തിരിച്ചറിഞ്ഞു. ഈ സർക്കാർ എന്തുകൊണ്ട് ജാതി സെൻസസിനെ ഭയക്കുന്നുവെന്ന ചോദ്യം ഉയർത്തിയ പ്രിയങ്ക ഗാന്ധി ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ എല്ലാ വഴികളും ഈ സർക്കാർ തേടുകയാണെന്നും കുറ്റപ്പെടുത്തി. ഭാരതത്തിന്റേത് പുരാതന സംസ്കാരമാണ്. വേദങ്ങളിലും പുരാണങ്ങളിലും സൂഫി ഗ്രന്ഥങ്ങളിലുമെല്ലാം നമ്മുടെ പാരമ്പര്യം പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജനതയ്ക്ക് തുല്യതയും അവകാശവും ഭരണഘടന നൽകുന്നുവെന്നും പ്രിയങ്ക പറഞ്ഞു. ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമത്തെയും ശക്തമായി ചേർക്കുമെന്ന് പ്രിയങ്ക സഭയിൽ പറഞ്ഞു. ബാലറ്റ് പേപ്പറിലൂടെ തിരഞ്ഞെടുപ്പ് നടത്താൻ ധൈര്യമുണ്ടോ എന്ന് പ്രിയങ്ക ഭരണപക്ഷത്തോട് ചോദിച്ചു. ഭരണഘടന സംരക്ഷണം നൽകുമെന്നാണ് ഇതുവരെ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആ വിശ്വാസം സാധാരണക്കാർക്കില്ല. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായതിനാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരം ലോകത്തിലെ അതുല്യമായ ഒന്നായിരുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ജാതി സെൻസസ് ആവശ്യം ഉന്നയിക്കുമ്പോൾ ബി.ജെ.പി. മൗനം പാലിച്ചുവെന്ന് പ്രിയങ്ക പറഞ്ഞു. അദാനി വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാരിന് ഭയമാണെന്നും പ്രിയങ്ക ആരോപിക്കുന്നു. അനുഭവത്തിന്റെ തീച്ചൂളയിൽ രാഗിയെടുത്ത വാക്കുകൾ പ്രിയങ്കയുടെ നാവിൽ നിന്നുതിരുമ്പോൾ മോദിയടക്കം വർഗീയ വിഷം തുപ്പുന്നവർ മാളത്തിലൊളിക്കുന്ന കാഴ്ച തിരഞ്ഞെടുപ്പുകളിൽ നാം എത്ര കണ്ടു. ഇന്ദിരയോ സോണിയോ കടന്നുപോകാത്തത്ര ദുർഘടമായ വഴിയിലൂടെ സഞ്ചരിച്ചതിനാലാകണം പ്രിയങ്കയുടെ വാക്കുകൾക്ക് ഇത്ര മൂർച്ചയേറുന്നത്. വാഴ്ത്തുപാട്ടുകൾക്ക് പിടികൊടുക്കാത്ത വൈകാരികതയിൽ കുടുങ്ങി നിൽക്കാതെ മാനവികമായി തീരുമാനമെടുക്കാനുള്ള പ്രിയങ്കയുടെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. പ്രതിപക്ഷ ചേരിയിൽ അമ്മയ്ക്കും സഹോദരനുമൊപ്പം നിന്ന് പ്രിയങ്കയുടേതായി പാർലമെന്റിൽ ഉയർന്നു കേൾക്കുന്ന ശബ്ദം ഒരു കാലത്തും ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളെ നിരാശപ്പെടുത്തില്ല എന്നുറപ്പിക്കാം. മോദിയുടെ മൂന്നാം സർക്കാർ പരുങ്ങലിലായ സാഹചര്യത്തിൽ രാഹുലും പ്രിയങ്കയും ഒന്നിച്ച് ലോക്സഭയിൽ എത്തുന്നത് പ്രതിപക്ഷത്തിന് കരുത്തും ഭരണപക്ഷത്തിന് തിരിച്ചടിയുമാണ്. രാജ്യത്തെ നയിക്കാൻ 56 ഇഞ്ച് നെഞ്ചളവല്ല, വിശാലമായ ഹൃദയമാണ് വേണ്ടതെന്ന പ്രിയങ്കയുടെ വാക്കുകൾ ജനം ഇന്നും മറന്നിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണിലെ ഓൾ ഐക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത്.